ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ്. നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഫ്ലവർ ഷോയുടെ കാഴ്ചകളാണ്. അപ്പൊ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്ലവർ ഷോയുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇനി അകത്തേക്ക് കയറണം. അപ്പൊ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുവാണ്. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ബോൺസായി മരങ്ങളാണ്, ചെറിയ ബോൺസായി മരങ്ങളാണ്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ബോൺസായി മരങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഈ ബോൺസായി മരങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൺസായി വേണ്ടവർക്ക് ഈ പുള്ളീനെ കോൺടാക്ട് ചെയ്യാം. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബോൺസായി മരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ടെറേറിയം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലവർ ഷോന്റെ അകത്തേക്ക് കയറുന്നത്. ഈ ബോൺസായി മരങ്ങളോട് ചേർന്ന് തന്നെ കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്ന ഒരാളിരിപ്പുണ്ട്. 5 മിനിറ്റ് കൊണ്ട് കാരിക്കേച്ചർ വരച്ചു എന്നാണ് പറയുന്നത്. ഒരു അച്ഛനും മകളും കൂടെ കാരിക്കേച്ചർ വരയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണെങ്കിൽ 300 രൂപയും കളറിന് 500 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ പോയിട്രേറ്റും ചെയ്യുന്നുണ്ട്. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 1000വും കളറിന് 2000 രൂപയാണ്. 5 മിനിറ്റ് കൊണ്ട് ഒരു കാരിക്കേച്ചർ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വരുന്നവർക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരിക്കേച്ചറും കൂടെ വരപ്പിക്കാം. കാരിക്കേച്ചറിനോട് ചേർന്നതിന് ഒരു മയിലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പച്ചമുളക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗോൾഡൻ കളറും അതിന്റെ ഒരു പീകോക്കിന്റെ ഒരു ബ്ലൂവിൽ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ പച്ചമുളകിന്റെ ഒറിജിനൽ കളറും ഒക്കെ ചെയ്തിട്ട് ഒരു മയിലിനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ പേരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലവർ ഷോവിന്റെ ആ ഒരു ഹാളിലേക്ക് കയറുന്നത്. ഈ ഫ്ലവർ ഷോ തുടങ്ങിയത് ഡിസംബർ 22-നാണ്. മറൈൻ ഡ്രൈവിലാണ് പ്രദർശനം നടക്കുന്നത്. ഡിസംബർ 22-ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞതോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടും കുറേ കുട്ടികളെയൊക്കെ കൂട്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 54,000 ചതുരശ്ര അടി സ്ഥലത്താണ് ഇത്രയും ഫ്ലവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. ഗ്രൂപ്പായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇളവുണ്ടെന്നാണ് പറഞ്ഞത്. എത്രത്തോളം ആണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത്. ഫ്ലവർ ഷോയിൽ ഏകദേശം 5000-ലധികം ഓർക്കിഡുകളും അഡീനിയം, ആന്തൂറിയം, റോസ്, പിന്നെ ഒരുപാട് പൂച്ചെടികളും സക്കുലൻസും ബോൺസായും ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് മാരിഗോൾഡിന്റെ വെറൈറ്റീസ് ആണ്. ഒരുപാട് ചെടികളുണ്ട്. എല്ലാം തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന മഞ്ഞ, ഓറഞ്ച്, പിന്നെ അത് കൂടാതെ തന്നെ മെറൂൺ കളറ്, പിന്നെ ഒരു ചെടിയിൽ തന്നെ 2 കളർ വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചെടികളുണ്ട്. അതിൻ്റെ ഒത്തിരി വെറൈറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചെടികളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും വലിയ ധാരണയില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ പേരൊക്കെ ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. എല്ലാ ചെടികളിലും അവർ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് വെറൈറ്റി ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ പൂക്കളോടും ചെടികളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് തന്നെ നേരിട്ട് തന്നെ മനസ്സിലാവും കാണുമ്പോൾ തന്നെ. നമ്മൾ സാധാരണ വീടുകളിൽ കാണുന്ന ചെടികളും പിന്നെ അല്ലാതെ തന്നെ കുറച്ച് വെറൈറ്റീസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് സീനി എന്ന് പറയുന്നൊരു ചെടിയാണ്. ഈ ചെടി നമ്മുടെ മിക്ക വീടുകളിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ ഒരു കളർ പൂക്കളുള്ള ചെടികളും ഉണ്ട്, ഒരു ചെടിയിൽ 4-5 കളർ പൂക്കളുള്ള ചെടികളും ഉണ്ട്. അതായത് ഓറഞ്ച്, മഞ്ഞ, മെറൂൺ, വെള്ള, പിങ്ക്, ഇങ്ങനെയുള്ള പല കളർ ഒറ്റ ചെടിയിൽ തന്നെ. അതും എല്ലാം തന്നെ നല്ല ചെറിയ ചെടികളാണ്. പക്ഷെ എല്ലാത്തിലും നിറയെ പൂക്കൾ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്.
ഫ്ലവർ ഷോയുടെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഒരു 90% ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ചെടികളാണെങ്കിൽ പോലും മിക്കതും വെറൈറ്റി പൂക്കളുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ 1-2 കളർ പൂക്കളെ ഇതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ചെടിയിൽ തന്നെ ഒരുപാട് കളർ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകാനും കൂടെ പറ്റും. പിന്നെ ഉള്ളത് ബൊഗൈൻവില്ലയാണ്. ബൊഗൈൻവില്ലയും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളർ പൂക്കളുള്ള ബൊഗൈൻവില്ല കാണാൻ പറ്റും. സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്നതിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി കളറുകൾ. ഭയങ്കര ഹൈറ്റിലുള്ള ചെടികളല്ല, എല്ലാം തന്നെ ചെറിയ ചെടികളാണ്, പക്ഷെ നിറയെ പൂക്കളാണ്. പിന്നെ ഉള്ളത് സക്കുലൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കൂടുതൽ. ഇലച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഭയങ്കര കുറവാണ്. സാധാരണ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ ആയിരിക്കും ഫ്ലവർ ഷോ. പക്ഷെ ഇപ്രാവശ്യം നിറയെ പൂക്കൾ തന്നെയാണ് ഫ്ലവർ ഷോ കൈയടക്കിയിരിക്കുന്നത്. പിന്നെ സക്കുലൻസ് കുറെ വെച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി സക്കുലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓർക്കിഡ് ആണ്. ഫ്ലവർ ഷോയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും അട്രാക്ട് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഓർക്കിഡ് തന്നെയാണ്. അതും പല വെറൈറ്റി ഓർക്കിഡുകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഓർക്കിഡുകൾ. നല്ല റേറ്റ് ഉള്ള ഓർക്കിഡുകളും ഉണ്ട്, സാധാരണ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഓർക്കിഡുകളും ഉണ്ട്. ശരിക്കും ഇവിടെ വന്നപ്പോൾ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഓർക്കിഡിന്റെ സെക്ഷൻ തന്നെയാണ്. ഒരുപാട് കളറിൽ ഒരുപാട് വെറൈറ്റിയിലുള്ള ഓർക്കിഡുകൾ നമുക്കിവിടെ കാണാം. പൂക്കളുടെയും ചെടികളുടെയും ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ, അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളെ കുറിച്ച് അറിയേയില്ല. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ചെടികൾ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ പൂക്കളോടും ചെടികളോടും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ ഫ്ലവർ ഷോയ്ക്ക് വരുന്നത്. ഏത് വർഷം വന്നാലും ശരിക്കും ഈ ഓർക്കിഡാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്തായാലും വീഡിയോയിൽ ഞാൻ എല്ലാത്തിൻ്റെയും പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിനോട് ഒരുപാട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഓർക്കിഡിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ കാണുന്ന ചെടി 3 കളറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പൂക്കൾ 3 കളറിലുണ്ട്. ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. 3 നല്ല അടിപൊളിയാണ്. സാധാരണ ഇങ്ങനെ ഒരു ചെടി ഞാൻ കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ചെടിയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ കുറേ നേരം ഇവിടെ പേര് നോക്കി, പക്ഷേ ഈ സൈഡിലൊന്നും പേര് കാണുന്നില്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും പേര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. എന്തായാലും നല്ല അടിപൊളി പൂവാണത്. പിന്നെയുള്ളത് ആന്തൂറിയംസ് ആണ്. ഈ ഓർക്കിഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആന്തൂറിയത്തിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. ഓർക്കിഡ് പോലെ തന്നെ ഒരുപാട് നാൾ നിൽക്കുന്ന പൂക്കളായതുകൊണ്ട് പിന്നെ ഈ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കളറിലുള്ള ആന്തൂറിയം കാണാൻ പറ്റും. അപ്പോൾ ആന്തൂറിയം ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കളറിലുള്ള ആന്തൂറിയം കാണാം. പിന്നെ നമുക്ക് ഈ ഫ്ലവർ ഷോയിൽ ഇരിക്കുന്ന ചെടികൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീരുന്ന സമയത്ത്, അതായത് ഈ ഫ്ലവർ ഷോ അവസാനിക്കുന്നത് ജനുവരി 1 പറഞ്ഞില്ലേ, അന്ന് വൈകുന്നേരം ഇതെല്ലാം സെയിൽ ഉണ്ടാവും. അപ്പോൾ അന്ന് വന്ന് വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ കുറേ ചെടികളൊക്കെ പുറത്ത് സെയിൽ ഉണ്ടാവും, പക്ഷെ എല്ലാ വെറൈറ്റി ഉണ്ടാവില്ല. എല്ലാ ചെടികളും സെയിലിന് വെക്കുന്നത് ജനുവരി 1.
ചെടിയുടെ പേര് സാൽവിയ എന്നാണ്. ഈ കാണുന്നത് സാൽവിയ മിക്സ് ആണ്. അതായത് ഒരു ചെടിയിൽ തന്നെ 3 കളർ 2 കളറൊക്കെ വരും. സാധാരണ ഈ ചെടി നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാണാറുണ്ട്. അത് സാധാരണ റെഡ് ആണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവർ മിക്സ് ചെയ്തിട്ട് കുറേ കളർ ഒരു ചെടിയിൽ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ചെടിയുടെ പേര് പയൻസേറ്റിയ എന്നാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എന്തെങ്കിലും റോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കാണുന്നത്. ഇതിൻ്റെ ഒരുപാട് കളറിലുള്ള ചെടികളുണ്ട്. ശരിക്കും നമുക്ക് ഓർക്കിഡ് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഈ ചെടിയോടാണ്. കാരണം ഒത്തിരി കളറിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ തന്നെയാണെന്ന് പറയാം ഇത്. ഈ ഫ്ലവർ ഷോയ്ക്ക് സാധാരണ ഫ്ലവർ ഷോയെ വെച്ചിട്ടൊരു മിസ്സിങ് എന്ന് പറയുന്നത് ഇവിടെ ഫ്ലവറിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. ആകെ 1-2 അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സാധാരണ ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ വരുമ്പോൾ കയറി വരുന്ന എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം വരെ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ കാളവണ്ടി പോലത്തെ സംഭവങ്ങൾ, എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തിട്ടുണ്ടാവും. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിനകത്ത് ലൈറ്റിങ്സും ഒക്കെ കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ അലങ്കാര സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു ഫ്ലവർ ഷോയിലില്ല. അത് ഭയങ്കര മിസ്സിംഗ് ആണ്. പിന്നെ ഇതിന് മുമ്പുള്ള കുറേ ഫ്ലവർ ഷോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഫ്ലവർ ഷോയ്ക്കും പറഞ്ഞതാണ്, ആ ഫ്ലവർ ഷോയും എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ഷോ ആയിരുന്നില്ല. കോവിഡിന് മുമ്പുള്ള ഫ്ലവർ ഷോയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫ്ലവർ ഷോ ഭയങ്കര ഷോകാണെന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ ആൾക്കാരും വെക്കേഷന് കുട്ടികളായിട്ടൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെൽഫി പോയിന്റ് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ അറേഞ്ച്മെൻറ്റ്സ് വെക്കുക, ലൈറ്റിംഗ് സെറ്റ് ചെയ്യുക, അതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊന്നും തന്നെ ഇപ്പോഴത്തെ ഫ്ലവർ ഷോയിലില്ല. അതെല്ലാം തന്നെ മിസ്സിംഗ് ആണ്. ഓരോ വർഷവും ഫ്ലവർ ഷോയുടെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ക്വാളിറ്റി കുറഞ്ഞു വരികയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചെടിയുടെ പേര് ഗാല ലില്ലി എന്നാണ്. നമ്മുടെ പീസ് ലില്ലി ഇല്ലേ, അതേപോലെ തന്നെ വരുന്ന ചെടിയാണ്. പക്ഷെ അതിൻ്റെ വേറൊരു വെറൈറ്റി. ഒരുപാട് കളറിലുള്ള പൂക്കളുണ്ട്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കളറിലുള്ള ചെടികളുണ്ട്. പിന്നെ എല്ലാം തന്നെ ഹൈറ്റ് ഒക്കെ നല്ല ചെറുതാണ്. സാധാരണ പീസ് ലില്ലി കുറച്ചും കൂടെ ഹൈറ്റിൽ വരുന്നൊരു ചെടിയല്ലേ. ഇത് അത്ര ഹൈറ്റ് ഇല്ല, കമ്പാരിറ്റീവ്ലി ചെറിയ ചെടിയാണ്. പക്ഷെ നിറയെ പൂക്കളുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വലിയ സക്കുലൻസിൻ്റെയും ടെറാക്കോട്ടയുടെയും ഒരു സെക്ഷൻ ഉണ്ട്.
നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് കയറി വന്നപ്പോൾ കുറേ ചെറിയ സക്കുലൻസ് ആണ് കണ്ടത്. ഇത് കമ്പാരിറ്റീവ്ലി വലുതാണ്. നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന സക്കുലൻസ് ആണ്. നേരത്തെ കണ്ടത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന സക്കുലൻസ് ആണ്. പുറത്തും വെക്കാം, പക്ഷെ അത് കൂടുതലും ഇൻഡോറിനാണ് സ്യൂട്ട് ആവുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് പുറത്ത് ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന വലിയ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന സക്കുലൻസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ ടെറാക്കോട്ടയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ടെറാക്കോട്ട ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ അവർക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫലവൃക്ഷങ്ങളുടെ ഒരു സെക്ഷനിലാണ്. ഏതൊരു ഫ്ലവർ ഷോയ്ക്ക് വന്നാലും ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കയറി വന്നപ്പോൾ തന്നെ ഒരു 2-3 ചെടിയെ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതും ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. മാവ്, പ്ലാവ്, നാരകം, മാതളം, അങ്ങനെയുള്ള ഒത്തിരി ചെടികളുണ്ട്. പിന്നെ ഉള്ളത് റോസാണ്. റോസാ ചെടികളാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന പിങ്ക്, റെഡ്, മെറൂൺ, യെല്ലോ അങ്ങനെയുള്ള പൂക്കളാണുള്ളത്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ചെടികളുമാണ്. സാധാരണ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിന് മുമ്പുള്ള ഫ്ലവർ ഷോയ്ക്കൊക്കെ റോസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടാവും. അവിടെ നമുക്ക് പോകാനേ തോന്നില്ല. അത്രയധികം ചെറുതും വലുതുമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവും. ഈ മുന്തിരി കളർ റോസൊക്കെ ഉണ്ടാവും. ഇവിടെയൊന്നും അങ്ങനത്തെ ഒരു വെറൈറ്റി ഒന്നും കണ്ടില്ല. സാധാരണ നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന റോസാ ചെടികളില്ലേ, അതുപോലത്തെ റോസാ ചെടികൾ തന്നെയുള്ളൂ. അത്രയും ഹൈറ്റിലൊക്കെ തന്നെയുള്ള റോസാ ചെടികൾ. അവിടെ എനിക്ക് കുറച്ച് നിരാശയായിട്ടുണ്ട്. കാരണം ഒത്തിരി റോസാ ചെടികൾ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ റോസ് ലവേഴ്സിന് അത്രയധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണുന്നത് സെന്റ് ജെയിംസ് നഴ്സറി പ്ലാന്റ് സ്റ്റോറിയുടെ ഒരു സെക്ഷനാണ്. എല്ലാ ഫ്ലവർ ഷോയ്ക്കും ഇവരുടെ ഒരു സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെയാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സും പിന്നെ നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന വലിയ ഇലച്ചെടികളുടെയും ഒരു സെക്ഷൻ കണ്ടത്. നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന വലിയ ഫേൺസ് ഒക്കെ ഉണ്ട്, ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റുന്ന ഫേൺസ് ഉണ്ട്, പിന്നെ വലിയ റബ്ബർ പ്ലാന്റ് ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റം ലോണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവരുടെ ഒരു നഴ്സറി സെക്ഷനിലുണ്ട്.
നമ്മൾ വീണ്ടും ഒരു ഓർക്കിഡിന്റെ സെക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ കാണുന്ന ഓർക്കിഡാണ്. നമ്മളെ വീടുകളിൽ കാണുന്ന വയലറ്റും വെള്ളയും കളറിൽ കാണുന്ന ഓർക്കിഡുകൾ, കമ്പാരിറ്റീവ്ലി സൈസ് കുറഞ്ഞ ഓർക്കിഡുകൾ. നമ്മൾ ആദ്യം കണ്ടത് കുറച്ചും കൂടെ വലിയ സൈസിൽ ഒരുപാട് കളറിലൊക്കെയുള്ള വെറൈറ്റി ഓർക്കിഡുകളായിരുന്നു. ഇപ്പം നമ്മൾ ഫ്ലവർ ഷോ കണ്ട് കഴിയാറായി. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്ലവർ ഷോ എന്നാണ്. അതിനെപ്പറ്റി എനിക്കൊരു ഡൗട്ടുണ്ട്. സാധാരണ നമ്മൾ ഊട്ടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ലാൽ ബാഗിലൊക്കെ വലിയ ഫ്ലവർ ഷോ നടത്താറില്ലേ? അതിന് ഗാർഡനിൽ വെച്ച് നടത്തുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ലാൽബാഗിലൊക്കെ അത്യാവശ്യം ഭയങ്കര വലിയ ഫ്ലവർ ഷോ ആണ്. ഇപ്പോൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എടുത്താലും ആ ഗാർഡൻ തന്നെ ഭയങ്കര വലുതാണ്. അവിടെ തന്നെ കുറേ പൂക്കളുണ്ട്. പിന്നെ അവർ എക്സ്ട്രാ കുറേ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടാണല്ലോ ഫ്ലവർ ഷോ നടത്തുന്നത്. അപ്പോൾ അതെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ചുമ്മാ അവരെങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കുമ്പോൾ അതിനോട് നീതി പുലർത്തണമല്ലോ. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ഡൗട്ടാണ്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഫ്ലവർ ഷോ ആയിട്ട് സംഘടിപ്പിക്കുന്നതിൽ വലുതാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് അറേഞ്ച്മെന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സൂര്യകാന്തി പൂക്കളാണ്. അത് നമ്മൾ ബന്ദിപ്പൂരൊക്കെ കാണുന്ന പോലത്തെ വലിയ സൈസിലുള്ള പൂക്കളല്ല, ഒരു ആവറേജ് സൈസിലുള്ള പൂക്കളാണ്. എന്നിരുന്നാലും എല്ലാത്തിലും പൂക്കളുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇവിടുത്തെ 2 സെയിൽസിൻ്റെ കൗണ്ടർ ഉണ്ട്. നമുക്ക് വിത്തുകളും ചെടികളും ഓർക്കിഡുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടർ നടത്തുന്നത് ഇതിൻ്റെ അകത്ത് ഈ ചെടികളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന നഴ്സറിയുടെ തന്നെയാണ്. പക്ഷേ ഈ ഫ്ലവർ ഷോയിലുള്ള എല്ലാ ചെടികളും വിൽപ്പനയ്ക്ക് വെക്കുന്നത് ജനുവരി 1-നാണ്. അപ്പോൾ ചെടികൾ താല്പര്യമുള്ളവർ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജനുവരി 1-ന് വന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഫ്ലവർ ഷോയുടെ അവസാനത്തെ ദിവസമായതുകൊണ്ട്. അവിടുന്ന് നമ്മൾ എത്തുന്നത് സാധാരണ മേളകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ, സോഫ, അലമാര അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനും പിന്നെ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാനും, അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ, പിന്നെ സ്നാക്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് അച്ചാറ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളില്ലേ നമ്മൾ ഷോകളിൽ കാണുന്ന അല്ലെങ്കിൽ ഇതുപോലെ മേളകളിലൊക്കെ കാണുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. കുറേ അധികം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബജ്ജി, പരിപ്പുവട അങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി അങ്ങനെ കിട്ടുന്ന കൗണ്ടറുകളും ഉണ്ട്. ഇത് വൈകുന്നേരമാണ് ഇങ്ങനെയുള്ള കൗണ്ടറൊക്കെ കൂടുതലും സജീവമാകുന്നത്. രാവിലെ ഉണ്ടെങ്കിലും വൈകുന്നേരം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗാനമേള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിയോട് കൂടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും ആ പരിപാടികളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാവുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ റൈഡുകളൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഫ്ലവർ ഷോയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ഫ്ലവർ ഷോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി കമൻറ്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.